നമസ്കാരം. കേരളത്തെ ഇളക്കി മറിച്ച, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ വധവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാരോണിനെ കഷായത്തിൽ വിഷം കലക്കി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്, ജീവപര്യന്തം തടവിന് വിധിച്ചത്. എന്നാൽ 23 വയസ്സ് മാത്രം പ്രായമുള്ള റാങ്ക് ഹോൾഡറായ, പഠിക്കാൻ മിടുക്കിയായ ഗ്രീഷ്മയ്ക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അവരുടെ ചെറിയ പ്രായം കണക്കിലെടുത്തതുകൊണ്ട് മേൽക്കോടതി അവരെ വധശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്തു കൊടുക്കും എന്നുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഥവാ ചില നിയമവൃത്തങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും, ഗ്രീഷ്മ പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നും, ഗ്രീഷ്മയ്ക്ക് ചെറിയ പ്രായമാണ്, ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാനുള്ള അവസരം കൊടുക്കണം, അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള ചെറിയ ശിക്ഷകളാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിഗണന ഈ പ്രതിയുടെ മേൽ ഉണ്ടാകണം എന്നാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ. എന്നാൽ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എ ബഷീർ ഇത്തരം വാദങ്ങളൊന്നും മുഖവിലക്കെടുത്തില്ല. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ തന്നെയാണ് കൊടുത്തത്, ഡെത്ത് പെനാൽറ്റി തന്നെയാണ് കൊടുത്തത്. എന്നാൽ ജസ്റ്റിസ് കമാൽ പാഷ അടക്കം നിരവധി റിട്ടയർഡ് ജസ്റ്റിസുമാർ ജസ്റ്റിസ് എ ബഷീറിൻ്റെ, അതായത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എ ബഷീറിൻ്റെ ഈ വിധി വാക്യത്തോട് അനുകൂലമായ അഭിപ്രായങ്ങളല്ല പുറപ്പെടുവിച്ചത്. ഗ്രീഷ്മയുടെ പ്രായത്തെയും ക്രിമിനൽ പശ്ചാത്തലവുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ, അതായത് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള ഒരു വിഷയം കണക്കിലെടുക്കുമ്പോൾ മേൽക്കോടതിയിൽ വധശിക്ഷ നിലനിൽക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള നിയമജ്ഞർ ചൂണ്ടിക്കാണിച്ചത്. അതെന്ത് തന്നെയായാലും ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും കുടുംബക്കാരും എല്ലാവരും ഇപ്പോൾ ഗ്രീഷ്മയെ ഏത് വിധേനയും വധശിക്ഷയിൽ നിന്നും രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജിയുമായി പോകാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇവിടെയാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകർ ഗ്രീഷ്മയുടെ അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് കേസിൽ വൻ വഴിത്തിരിവുണ്ടാക്കുവാൻ വേണ്ടി ചില ടെസ്റ്റുകൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്കാണ് ഗ്രീഷ്മയുടെ അമ്മ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരേ ഒരു മകളാണ് ഗ്രീഷ്മ, പഠിക്കാൻ നല്ല കുട്ടിയാണ്, അവൾ ഒരേ ഒരു മകളാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ അവളാണ്. അവളെ നിയമത്തിന് ഇതുപോലെ വിട്ടുകൊടുത്ത് ഒരു കൊലപാതകത്തിൽ കുറ്റവാളിയായി അവൾക്ക് വധശിക്ഷ വിധിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പൊന്നുമോളുമാണ് പോകുന്നത് എന്നുള്ള ഒരു മാനസിക വിഭ്രാന്തിയിൽ തന്നെയാണ് ഗ്രീഷ്മയുടെ അമ്മ ഇപ്പോൾ പല രീതിയിലുള്ള ഭാവവാഹാദികൾ പ്രകടിപ്പിക്കുന്നത്, ചേഷ്ടകൾ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഗ്രീഷ്മയുടെ അഭിഭാഷകർ കരുതിക്കുട്ടി ഗ്രീഷ്മയുടെ അമ്മയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഗ്രീഷ്മയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കുമ്പോൾ ഗ്രീഷ്മയുടെ വധശിക്ഷയെ ഭയന്നുകൊണ്ട് ഗ്രീഷ്മയുടെ അമ്മയുടെ മാനസിക നിലവരെ തെറ്റിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നാടകം ഗ്രീഷ്മയുടെ അമ്മയെ കൊണ്ട് കളിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കേരളത്തിൻ്റെ മനസാക്ഷി ഇപ്പോൾ പൊട്ടിക്കരയുന്നത് ഗ്രീഷ്മയുടെ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ടല്ല, മറിച്ച് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ ഷാരോൺ വധക്കേസിലെ വിധി വരുമ്പോൾ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് ജസ്റ്റിസ് എ ബഷീറിൻ്റെ വിധി വരുമ്പോൾ നെഞ്ചത്തടിച്ച് കരഞ്ഞത് ഷാരോണിൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ മകനെ കൊന്നുകളഞ്ഞവൾക്കുള്ള കൃത്യമായ ശിക്ഷയാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള മനം നൊന്ത് നെഞ്ച് പൊട്ടിക്കരയുന്ന ആ കരച്ചിൽ കേരളത്തിൻ്റെ മനസാക്ഷി ഇപ്പോഴും മറന്നിട്ടില്ല, കേരളത്തിന് അത് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഗ്രീഷ്മയെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കുക എന്നുള്ള അഭിഭാഷകൻ്റെ ഉപദേശപ്രകാരമാണ് ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുമ്പോൾ, അവർ പൊട്ടിക്കരയുമ്പോൾ ആ കരച്ചിൽ കണ്ടിട്ടല്ല കേരളത്തിൻ്റെ മനസാക്ഷി കരയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഗ്രീഷ്മയുടെ അമ്മാവന്മാരെക്കുറിച്ചും ഗ്രീഷ്മയുടെ കുടുംബത്തെക്കുറിച്ചുമെല്ലാം നാട്ടിൽ അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരിയുടെ ഒരു മകൻ താഴ്ന്ന ജാതിയിൽ നിന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അവിടെ നിന്നും, അതായത് ഗ്രീഷ്മയുടെ കുടുംബത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് പടിയിറക്കപ്പെട്ടവനാണ് ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരി പുത്രൻ. പിന്നീട് അയാൾ വിഷം കഴിച്ച് മരിച്ച നിലയിൽ കാണപ്പെട്ടു, അയാളുടെ ഭാര്യയും മരിച്ചു. ഇപ്പോൾ അതിലുള്ള കുട്ടികൾ ഭാര്യയുടെ ബന്ധുവീട്ടിൽ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരൻ മറ്റൊരു ജാതിയിൽപ്പെട്ടൊരു പെൺകുട്ടിയെ, സാമ്പത്തിക വരുമാനം കുറഞ്ഞൊരു കുടുംബത്തിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ വീട്ടുകാർ തന്നെ ഇപ്പോൾ അയാളെ വിഷം കൊടുത്തു കൊന്നതാണോ എന്ന തരത്തിലേക്കാണ് ജനങ്ങളുടെ ഊഹാപോഹങ്ങൾ ചെന്ന് നിൽക്കുന്നത്.
മാത്രമല്ല ഗ്രീഷ്മ പഠിക്കുന്ന സമയത്ത് ഗ്രീഷ്മയ്ക്ക് ഏതാണ്ട് 4ഓളം പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഒരേ സമയത്ത് എന്ന് തന്നെയാണ് ഗ്രീഷ്മയുടെ കൂടെ തന്നെ പഠിച്ച ഗ്രീഷ്മയുടെ സ്നേഹിതനായിരുന്ന പ്രണയേതാവായിരുന്ന ഒരാൾ യൂട്യൂബിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ 4 പ്രണയേതാക്കൾക്കും വിഷം കഴിച്ച് അല്ലെങ്കിൽ കഷായ ജ്യൂസ് കഴിച്ച് മരിക്കാനുള്ളൊരു അവസരമുണ്ടായില്ല. ജസ്റ്റ് മിസ് എന്ന് പറയുന്നത് പോലെയാണ് അവർ ഗ്രീഷ്മയുടെ കയ്യിൽ നിന്നും ചാടിപ്പോയത് എന്നാണ് ഇപ്പോൾ ആ 4 ആൺ സുഹൃത്തുക്കളും ആശ്വാസപൂർവ്വം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഗ്രീഷ്മയെ അഗാധമായി പ്രണയിച്ചെന്ന ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് പിന്നീട് ഒരു യൂട്യൂബിലൂടെ തന്നെ ഇത്തരം അനുഭവങ്ങൾ പങ്കുവച്ചത്. ഗ്രീഷ്മയുമായി നല്ല ബന്ധത്തിലായിരുന്നു, എന്നാൽ ഗ്രീഷ്മ വളരെ വാശിക്കാരിയായിരുന്നു, പഠിക്കാൻ അതീവ മിടുക്കിയായിരുന്നു. മാത്രമല്ല കലാരംഗത്തും ഗ്രീഷ്മ ശോഭിച്ചിരുന്നു. ഗ്രീഷ്മ ഒരു IAS-കാരിയോ IPS-കാരിയോ ഒക്കെ ആകി തീരും എന്നാണ് അന്ന് ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ഗ്രീഷ്മയ്ക്ക് ഒരേ സമയത്ത് തന്നെ പലരെയും പ്രണയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഒരാളുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രണയിതാവിനെ ചാറ്റ് ചെയ്യുന്ന രീതി കൂടി ഗ്രീഷ്മയ്ക്ക് അറിയാമായിരുന്നു. അത്രത്തോളം ബുദ്ധി സാമർഥ്യവും മിടുക്കുമുള്ള ഒരു വിദ്യാർത്ഥി തന്നെയായിരുന്നു, ഒരു യുവതി തന്നെയായിരുന്നു ഗ്രീഷ്മ എന്നാണ് ഗ്രീഷ്മയുടെ മുൻകാമുകൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഗ്രീഷ്മയും അയാളും തമ്മിൽ തെറ്റിപ്പിരിയുകയും ഇനി നമ്മൾക്ക് നല്ല സുഹൃത്തുക്കളായി വർത്തിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ താൻ അതിന് താല്പര്യം കാണിച്ചില്ല എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. എന്നാൽ താനും ഗ്രീഷ്മയും തമ്മിലുള്ള ചിത്രങ്ങളെല്ലാം ആ വീട്ടുകാർക്ക്, അതായത് ഗ്രീഷ്മയുടെ വീട്ടുകാർക്ക് താൻ അയച്ചു കൊടുത്തിട്ടും വീട്ടുകാർക്ക് അതൊന്നും കണ്ടിട്ട് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല എന്നുകൂടിയാണ് ഈ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിലും വലുത് എന്തൊക്കെയോ ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇതിലും വലുത് ഞങ്ങൾ എന്തെല്ലാം കണ്ടിരിക്കുന്നു, പിന്നെയാണോ നിന്റെ കൂടെ ഗ്രീഷ്മ നിൽക്കുന്ന ഒരു ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് അവർ പ്രതികരിച്ചത് എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ താനും ഗ്രീഷ്മയും തമ്മിൽ വ്യക്തിബന്ധങ്ങളല്ലാതെ ശാരീരികമായ മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഗ്രീഷ്മ രതിബന്ധത്തിന് അടിപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു എന്നാണ് പലരും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സെക്സിനോട് അമിതാവേശമുണ്ടായിരുന്നു. ഈ അമിതാവേശം തന്നെയാണ് ഷാരോണിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം അയാൾക്ക് ജ്യൂസിൽ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് അയാളെ കൊന്നുകളഞ്ഞത് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ചേർത്ത് വായിക്കപ്പെടുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത തെളിയിക്കാൻ സാധിക്കും. ഗ്രീഷ്മയുടെ ചെറിയ പ്രായവും ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വസ്തുതയും പരിഗണിച്ച് മേൽക്കോടതി ഗ്രീഷ്മയെ വധശിക്ഷയിൽ നിന്ന് ഹൈക്കോടതിയുടെ വധശിക്ഷ ഏത് വിധേനയും ഒഴിവാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ ഗ്രീഷ്മയുടെ അമ്മയെ ഇത്തരത്തിലെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മാനസിക വിഭ്രാന്തി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മയുടെ അമ്മ രാമവർമ്മൻ ചിറയിലുള്ള അവരുടെ ആ പഴയ വീട് വിറ്റ് തമിഴ്നാട്ടിലെ കുറെ കൂടി ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന ഒരു കണ്ടെത്തൽ ഇനി നിലനിൽക്കില്ല. ഗ്രീഷ്മയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു ചിത്രം വെളിവായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടെ ഷാരോണിൻ്റെ കുടുംബത്തിൽ നിന്നും നിർണായകമായ മറ്റൊരു നീക്കം നടത്തുന്നു എന്നാണ് അറിയുന്നത്. ഗ്രീഷ്മയുടെ അമ്മയ്ക്കും ഷാരോൺ വധത്തിൽ കൃത്യമായ പങ്കുണ്ട്. എന്നാൽ ഗ്രീഷ്മയുടെ അമ്മ താൻ കുറ്റവാളിയാണ്, തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന തരത്തിൽ പോലീസിന് മൊഴി നൽകിയിരുന്നെങ്കിലും പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ കുറ്റക്കാരിയല്ല എന്ന് കണ്ട് കോടതി വിട്ടയക്കുകയായിരുന്നു. ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വിട്ടയച്ചതിനെതിരെ ഷാരോണിൻ്റെ കുടുംബം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജിയുമായി പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഗ്രീഷ്മയുടെ രണ്ടാമത്തെ അമ്മാവൻ നിർമ്മൽ കുമാർ ഈ കേസിൽ പ്രതിയായി കോടതി ശിക്ഷിച്ചിട്ടുമുണ്ട്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കുടുംബം ഹർജിയുമായി പോകുമ്പോൾ ഗ്രീഷ്മയുടെ ചെറിയ പ്രായവും ക്രിമിനൽ പശ്ചാത്തലവുമെല്ലാം പരിശോധിക്കപ്പെടും. അഥവാ ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വസ്തുത കോടതി പരിഗണിക്കാതിരിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ ഷാരോണിൻ്റെ കുടുംബവും നടത്തുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. ഗ്രീഷ്മയുടെ പഴയ കാല ആൺ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രീഷ്മയുടെ പഴയ കാമുകന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രീഷ്മയുടെ പഴയ പശ്ചാത്തലവും ക്രിമിനൽ പശ്ചാത്തലവും എല്ലാം ചികഞ്ഞ് പുറത്തെടുത്ത് അക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മേൽക്കോടതിയെ ധരിപ്പിക്കുവാൻ തന്നെയാണ് ഷാരോണിൻ്റെ കുടുംബം ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്താണ് ഇനിയും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കിട്ടുമോ അതോ ജീവപര്യന്തമായി ചുരുങ്ങുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.